ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ ഒരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ മുതൽ ഈവനിങ് വരെയുള്ള കുറച്ച് കാര്യങ്ങളും 1-2 റെസിപ്പീസും പിന്നെ നമ്മളൊന്ന് പുറത്ത് പോയിനേനോ അതിൻ്റെ വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയേന്. അപ്പോൾ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ സമയം 3 മണിയായി. 3 മണി കഴിഞ്ഞ്. ഇത് വൈകുന്നേരമല്ല കേട്ടോ, പുലച്ചക്ക് 3 മണിയാണ്. നമ്മൾ ഇന്ന് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് വക്ര ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കാപ്പി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജ്യൂസൊക്കെ ഇന്നലെ വാങ്ങിച്ച് വെച്ചിനേനു. അപ്പോൾ ഇത് ഇന്നലെ, അതായത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഈ വ്ളോഗ് എടുക്കുന്നതിൻ്റെ തലേ ദിവസം ഒരു രാത്രി 10 മണിയെല്ലാം ആയപ്പോൾ പെട്ടെന്ന് തോന്നിയതാട്ടാ ഇങ്ങനെ പോയാലോ എന്നുള്ള. അപ്പോൾ അന്നേരം തന്നെ പോയി നമ്മൾ അടുത്തന്നെയുള്ള ഷോപ്പിൽ നിന്ന് ജ്യൂസും പിന്നെ കുറച്ച് സ്നാക്സ്, ക്രിസാൻഡ് പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിനേനു. അപ്പോൾ അതെല്ലാം ഒരു ബോട്ടിലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ കൊണ്ടുപോകേണ്ട മാറ്റ്, പില്ലോ, ഷീറ്റ്, ബ്ലാങ്കറ്റ് വേണമെങ്കിൽ ഒരു ചെറിയൊരു ബ്ലാങ്കറ്റെല്ലാം ബീച്ചിലേക്കല്ലേ ചിലപ്പോൾ കാറ്റെല്ലാം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെല്ലാം എടുത്തിന്. കുട്ടികൾ ഓരോരുത്തരായി എണീച്ച് റെഡിയാകുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 3:15 ഫജർ. അപ്പോൾ നിസ്കാരവും കഴിഞ്ഞ് ഇറങ്ങാം. നമ്മൾ നോക്കിയ സമയത്ത് 4:45 സൺറൈസിന്. അപ്പം ഇങ്ങനെ സൺറൈസ് കാണാൻ പറ്റുന്ന ബീച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പം 1-2 ബീച്ചെല്ലാം ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല, സൺറൈസ് എല്ലാം ആയിട്ടുണ്ടാവും. അപ്പം അടുത്തെന്ന് പറയാൻ വക്ര ബീച്ചിനു. അപ്പം അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച്. കുറേ ആയിട്ടോ നമ്മളിങ്ങനെ സൺറൈസ് കാണാൻ പോകാമെന്നെല്ലാം പ്ലാൻ ചെയ്യുന്നത്. പ്ലാനിങ് മാത്രമേ നടക്കുള്ളൂ. എപ്പം ചിലപ്പോൾ ഉറക്ക് തെളിയൂല, ഇല്ലെങ്കിൽ പിന്നെ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി വെക്കലാണ്. അപ്പോൾ നമ്മളെ റൂമിൽ നിന്ന് ഏകദേശം ഒരു 20-25 മിനിറ്റെല്ലാം ഉണ്ട് വക്ര ബീച്ചിലേക്ക്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ട് വെളിച്ചം വന്ന് തുടങ്ങിയിട്ടുണ്ടേനു. അവിടെ എത്തി പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന പ്ലാൻ ചെയ്തിട്ട് ആഹിലും ദോയും നിൽക്കുന്നു. പിന്നെ അത്യാവശ്യം ചൂടുണ്ടാവും എന്നല്ല ഇങ്ങനെ പ്രതീക്ഷിച്ചേനു. ഇപ്പം ചൂട് തുടങ്ങിയെന്നല്ല നോക്കും, വലിയ കുഴപ്പമൊന്നുമില്ലേനു. അത്യാവശ്യം നല്ല ക്ലൈമറ്റേനു ആ ഒരു ടൈമിൽ. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നല്ല ചൂടായിനേനു. നമ്മൾ പോകുന്ന സമയത്ത് 1-2 ഫാമിലി ഉണ്ടേനു. പിന്നെ 2-3 ബാച്ചിലേഴ്സ് ഇങ്ങനെ നടക്കലും അങ്ങനെയെല്ലാം ആയിട്ടുണ്ടേനു. ഈ ഒരു വീഡിയോയിൽ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇത്രയും വെളിച്ചമില്ല കേട്ടോ നേരിട്ട് ഉള്ള സമയത്ത്. അപ്പോൾ നമ്മൾ 1-2 ലൈറ്റെല്ലാം എടുത്തിനേനു. ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാട്ടോ ലൈറ്റ്സ്. ഞാൻ ഫസ്റ്റ് ടൈം ഇതുപോലെ സൂര്യൻ ഉദിച്ച് വരുന്ന ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത്. എന്തായാലും അൽഹംദുലില്ലാ പോയത് വർത്തായി എന്ന് പറയാം. നല്ലൊരു ക്ലൈമറ്റും പിന്നെ സൺറൈസ് എല്ലാം കാണാൻ പറ്റി. പിന്നെ ഇങ്ങനെ ഈ ലൈറ്റ് കത്തിച്ച് വെച്ചാൽ വേണ്ടിയിട്ട് അവിടെയുള്ള സെക്യൂരിറ്റി കുറച്ച് ദൂരത്തേനും ഉള്ളത്. അയാൾ നമ്മളടുത്തേക്ക് വന്ന് നമ്മളിനി തീയെങ്ങാനും കത്തിച്ച് വെച്ചാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് വന്നിട്ട് നോക്കുന്നുണ്ടേനു. പിന്നെ അയാൾക്ക് മനസ്സിലായത് നമ്മൾ ലൈറ്റ് ഓണാക്കി വെച്ചാന്ന്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ യമനി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുക ചെയ്തിന്. സോക്സ് എടുത്തിട്ട് വന്നിനെ ഇവിടുന്നാ അങ്ങോട്ടേക്ക് അത് കുഴപ്പമില്ല, അങ്ങനെയല്ലേ ഉണ്ടാവും. ഇത്ര നേരം അവിടെ ഇരുന്നിട്ട് കാര്യമായിട്ട് അങ്ങനെ ചൂടോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ആ ചൂടൊന്നും ഇല്ലേനു.
പക്ഷേ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നടക്കാൻ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. നമ്മൾ ഇരുന്ന ഭാഗത്തുനിന്ന് നടന്ന് ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുക, ചൂടും എല്ലാം അറിഞ്ഞിനെന്ന് പറയാം, കുറച്ചൊന്ന് ടയേർഡായി. അങ്ങനെ തിരിച്ചു വന്ന് പിന്നെ നമ്മൾ പുലർച്ചെ എണീച്ചല്ലേ, പിന്നെ രാത്രിയാണെങ്കിലും ലേറ്റായിട്ടൊക്കെ കിടക്കുകയും ചെയ്തിന്. എനിക്കൊന്നൊരു 2.5-3 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ എല്ലാവരും. അതുകൊണ്ട് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. വന്ന് ഫ്രഷായി പിന്നെ എല്ലാവരും കുറച്ച് നേരം ഒന്ന് കിടന്ന്. ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ഇതുപോലെയുള്ള ജ്യൂസും കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച്. പിന്നെ കുറേ ആയി വിചാരിക്കുന്നത്, ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാങ്ങ കിട്ടലുണ്ട് നല്ല. അപ്പോൾ ഈ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് ആ ഒരു സ്റ്റിക്കി റൈസെല്ലാം ഞാൻ ഓൾറെഡി വാങ്ങിച്ചു കൊണ്ടുവച്ചിനേനു. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കാം. ഉച്ചക്കേക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇന്ന് മന്തി വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ ബിരിയാണി കുറച്ച് ബാക്കിയുണ്ടേനു, അതെല്ലാം കൂടെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഉച്ചക്ക് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് കാര്യമായിട്ട് ഉറക്കം വരുന്നില്ല. എനിക്ക് വിചാരിക്കുമ്പോൾ കിടന്ന് ഉറങ്ങാനും പറ്റില്ല, ഉറക്കം വരുമ്പം പോയി കിടക്കാമെന്നല്ലാണ്ട്. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാമെന്ന്. അപ്പം ഈ ഒരു സ്റ്റിക്കി റൈസിന് ഗ്ലൂട്ടിനസ് റൈസ് എന്നാട്ടോ പറയാം. ഞാൻ ലുലുന്ന് വാങ്ങിച്ചാൽ. അപ്പം ഏകദേശം ഒരു 1.5 കപ്പ് റൈസ് ഞാൻ എടുത്തിട്ട് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ സാധാ നോർമൽ വെള്ളത്തിൽ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ ചൂടുവെള്ളത്തിലാണെങ്കിൽ ഒരു 10-15 മിനിറ്റൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ചൂടുവെള്ളത്തിലാണ് സോക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കില്ല കേട്ടോ. നമ്മൾ സാധാരണ റൈസ് ഉണ്ടാക്കുന്ന പോലെ ബോയിൽ ചെയ്ത് അങ്ങനെ വേവിച്ചെടുക്കുന്നല്ല. കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ മസ്ലിൻ ക്ലോത്തോ ഇതുപോലെയുള്ള ബട്ടർ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കുറച്ച് നേരം എടുക്കുന്നുണ്ട് കേട്ടോ ഇത് സ്റ്റീമായി കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടാൻ. റൈസ് റെഡി ആകുമ്പോഴത്തേക്ക് 1-2 സംഭവങ്ങളും കൂടെ റെഡിയാക്കി വെക്കാറുണ്ട്. ഒന്ന് ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സ് ആട്ടോ. പിന്നെ അതിൻ്റെ തന്നെ ഒരു സോസ് എന്ന് പറയാം, മേലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ സെർവ് ചെയ്ത് കഴിക്കുന്ന സമയത്ത്. എൻ്റെ അടുത്ത് ഫ്രഷ് കോക്കനട്ട് അധികം ഇല്ല, അപ്പം അത് ഞാൻ സോസ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള. ബാക്കിക്ക് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു റൈസ് സോക്ക് ചെയ്ത് വെക്കണം തേങ്ങാപ്പാലിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു പൊടി എടുത്തിന് അതിലേക്ക് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ ഒരു നുള്ളു ഉപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ ഒരു സ്റ്റീമായ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ തന്നെ വെക്കണം. അപ്പോഴത്തേക്കും ഫുൾ റൈസിൽ ആ തേങ്ങാപ്പാലെല്ലാം ഇങ്ങനെ സോക്കായി കറക്റ്റായിട്ട് വരും. ഇതാ റൈസ് റെഡി ആയിനു. ആ ചൂടോടുകൂടി തന്നെ ഈ തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ ഫുൾ തേങ്ങാപ്പാലും സോക്കായി കറക്റ്റായിട്ട് വരും. പിന്നെ പഞ്ചസാര ചേർക്കാം, ഇല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഞാൻ രണ്ടും കൂടെ പകുതി പകുതിയായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ ഇത് തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുക. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അതൊന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ അരിപ്പൊടി ലേശം എടുത്തിട്ട് കലക്കി ഒഴിച്ച് അങ്ങനെ മിക്സ് ആക്കാം. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കോൺഫ്ലവർ മിക്സ് ചെയ്യാം. ഞാൻ കോൺഫ്ലവറാണ് മിക്സ് ചെയ്യുന്നത്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ ഭയങ്കര കട്ടിയാവണ്ട, നല്ല തിക്കായിട്ടുള്ള ക്രീമായി കിട്ടുക വേണ്ടു. ഞാനൊരു 1-1.5 സ്പൂണ് കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കുന്നുണ്ട്. അതിന് ശേഷമായിട്ടാണ് ഞാൻ ചൂടാക്കി കുറുക്കിയെടുക്കുന്നത്.
ഈ ഒരു സ്റ്റിക്കി റൈസ് ഞാൻ കുറേ ആയി ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ കുറേ വീഡിയോസെല്ലാം പ്രത്യേകിച്ച് ഈ മാങ്ങേൻ്റെ ഉള്ള സീസൺ വരുമ്പോൾ എന്തായാലും മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാം ഓരോ വീഡിയോസ്. അങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂ അന്നേരേ വിചാരിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കണം. സംഗതി എളുപ്പം ഇത് ഉണ്ടാക്കാൻ. കണ്ടുനോക്കുമ്പം അതിൽ ആ സ്റ്റിക്കി റൈസ് വാങ്ങേണ്ട ഒരു പണിയേ ഉള്ളൂ. കാര്യം അത് നമ്മളുടെ അടുത്ത് എന്തായാലും ഉണ്ടാവില്ല. അത് വേറെ തന്നെ ഒരു റൈസാണ് വരുന്നത്. പിന്നെ അതിനെക്കൊണ്ട് വേറെ നമ്മൾ ചോറ് വെക്കുന്ന പോലെ വേറെ ചോറ് വെക്കാനോ ഒന്നും പറ്റില്ല. കുറച്ചിങ്ങനെ പേര് പോലെ തന്നെ ഇങ്ങനെ സ്റ്റിക്കായിട്ടുള്ള അങ്ങനത്തെ ഒരു റൈസും കൂടിയാണ്. ഇതുപോലെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നിരിക്കണം. എന്തായാലും ഞാൻ അത് ലുലു നട്ടാണ് വാങ്ങിച്ചത്, ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അങ്ങനെ അതവിടെ സോസെല്ലാം അവിടെ റെഡിയാക്കി വെച്ച് പിന്നെ ഇതാ നമ്മൾ ചോറ് കഴിക്കുന്ന. അതിൻ്റെ ഇടയിൽ റൈസ്ക പോയിട്ട് മന്തി വാങ്ങിച്ചിട്ട് വന്നിനേനു. പിന്നെ ഞാൻ ഇന്നലത്തെ ബിരിയാണിയെല്ലാം ചൂടാക്കി എടുത്തിന്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് അപ്പോഴത്തേക്കും നമ്മൾ റൈസെല്ലാം തണിഞ്ഞ് സെറ്റായിനേനു. ഇനി ഇതാ സെർവ് ചെയ്യുന്ന. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നല്ല ചില മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ കളർ ഉണ്ടാവില്ലല്ലോ. കളറും വേണം കേട്ടോ, എന്നാലേ ഇതിങ്ങനെ വെച്ച് കാണാനും ഭംഗിയുണ്ടാവുക. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിന്. ക്രീമും റെഡിയാണ്. പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ സെസിമി സീഡ്സ്, നമ്മളെ എള്ളുണ്ടല്ലോ, വൈറ്റോ ബ്ലാക്കോ എള്ളിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ മൂങ് ദാൾ, പരിപ്പില്ലേ, ചെറുപയർ പരിപ്പ്, അതിൻ്റെ അത് ഫ്രൈ ആക്കി നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ ഞാനതാണ് ഇട്ട് കൊടുത്തിന്. എന്നിട്ട് കഴിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു ക്രീം ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കുക. ഇങ്ങനെ ക്രീം ഒഴിച്ചിട്ട് ഇങ്ങനെ കുറേ നേരം വെക്കരുത് കേട്ടോ, അപ്പോൾ അത് ആ റൈസിലിങ്ങനെ സോക്കാവും. ഞാൻ ഈ സെർവ് ചെയ്ത ഈ ഒരു സംഭവം നമ്മൾ 3 പേർക്ക് കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇത്രയൊന്നും സത്യം പറഞ്ഞാൽ വേണ്ട, ഇതിൻ്റെ പകുതിയേ വേണ്ടൂ. പെട്ടെന്ന് വയറ് ഫില്ലാകുന്നുണ്ട്. ഒന്നാമത് റൈസും കൂടിയല്ലേ. ഇതെല്ലാം കഴിച്ച് കുട്ടികൾക്കും കൊടുത്ത് പിന്നെ ഇതാ ഞാൻ വൈകുന്നേരത്തെ ചായൻ്റെ പരിപാടിയാണ്. ചായ എന്ന് പറയുമ്പം നമുക്കാർക്കും വേണ്ട, റൈസ്ക്കാർക്കുള്ള ചായ റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ആഹിലിനെ പഠിപ്പിക്കലും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് കിച്ചണിലേക്ക് വരും ബുക്കെല്ലാം എടുത്തിട്ട്, ഇല്ലേ ഞാൻ ഓൻ്റെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് പോവും. ഇത് എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്നിട്ട് പഠിപ്പിക്കൽ നടക്കൂല എന്നല്ല, അത് തീരൂല. അപ്പം ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ടൈം കിട്ടുമ്പം എന്തെങ്കിലും എല്ലാം പറഞ്ഞ് സോപ്പിട്ടിട്ട് മെല്ലെ വിളിക്കും. അല്ല ഞാൻ ഓൻ്റെ അടുത്തേക്ക് പോയിരുന്ന് 5 മിനിറ്റോ 10 മിനിറ്റോ കുറച്ച് സമയം കിട്ടുള്ളൂ, എന്നാലും ആ ഒരു ടൈമിൽ കുറച്ച് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ട് അങ്ങനെ നിൽക്കലാണ്. ഇത് പിന്നെ നാളത്തേക്കുള്ള ഇഡ്ഡലീൻ്റെ റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കല. പിന്നെ ചിക്കൻ ഉണ്ട്, അതൊന്ന് വേവിച്ച് വെക്കാനുണ്ട്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ തന്നെ വെക്കും. എന്നിട്ട് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ എടുക്കും കേട്ടോ, കുറേ ദിവസമൊന്നും വെക്കൂല. ഇത് 10 + 11 x1. ഇനിയിപ്പോൾ ഈവനിങ്ങിലേക്ക് ഞാൻ സോസേജിൻ്റെ ഒരു റാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്ന സമയത്ത് കുറച്ച് സോസേജ് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഒരു 3-4 ടോർട്ടിയാസ്, ചെറിയ ടോർട്ടിയാസ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി ഒരു തട്ടിക്കൂട്ട് റാപ്പ് എന്ന് പറയാം. ഓൾറെഡി കുഴച്ച് വെച്ച പിസ്സേൻ്റെ ഡോ ഉണ്ടായിരുന്നു കുറച്ച്, അപ്പം അത് വെച്ചിട്ട് ഞാൻ പിസ്സയും കൂടെ റെഡിയാക്കുന്നുണ്ട്. ഉച്ചക്കുള്ള മന്തിയും എല്ലാം ബാക്കിയുണ്ട്, അതുകൊണ്ട്
കാര്യമായിട്ട് രാത്രി വേറെ പണിയൊന്നുമില്ല, ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ സോസേജ് ഒന്നുമില്ലെങ്കിൽ ഞാൻ ബോയിൽ ചെയ്തെടുക്കും, ഇല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഓയിലിൽ ഒന്ന് കട്ട് ചെയ്തിട്ടോ അല്ലാണ്ടോ ഒന്ന് ഫ്രൈ ആക്കി എടുക്കും. പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റാപ്പാട്ടോ ഇത്. കുട്ടികൾക്ക് സ്കൂളും വിട്ട് വരുമ്പോൾ എല്ലാം അല്ലെങ്കിൽ സ്കൂളിലേക്ക് കൊടുത്തു വിടാനും നല്ല തന്നെയാണ്. ഇനി ഈ ഒരു റാപ്പല്ല, കുറച്ചും കൂടെ ഒരു ഹെൽത്തി വേ ആണെങ്കിൽ ചപ്പാത്തിയിലെല്ലാം ആക്കി കൊടുക്കാം കേട്ടോ. ഞാനിതിപ്പം ഒരു 5-6 മിനിറ്റ് എയർ ഫ്രയറിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ചീസ് മെൽറ്റായി കിട്ടേണ്ട ടൈം അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ആ ഒരു പിസയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ് ഇല്ല, പകരം ഞാൻ സ്ലൈസ്ഡ് ചീസ് ഉണ്ടല്ലോ അതാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ മസാലയായിട്ട് ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടല്ലോ, നമുക്ക് ചില്ലി ചിക്കനും ബട്ടർ ചിക്കനും സാധാ പ്ലെയിൻ ആയിട്ട് ചിക്കനും എല്ലാം വെച്ച് കൊടുക്കുക. ഞാൻ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കിയിട്ട് തിക്കായിട്ട് ഗ്രേവി ആക്കിയിട്ട് ആ ഒരു ചിക്കൻ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തിട്ട് ബട്ടറിൽ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്താൽ. അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല, എല്ലാം കൂടെ ഷൂട്ട് ചെയ്യുമ്പം പിന്നെ ടൈം അങ്ങ് പോവും. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ സാധാരണ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്ന ആ ഒരു ഗ്രേവിയിൽ ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടെ തിക്കായിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ മേലെ വേണമെങ്കിൽ ഉള്ളി തക്കാളി സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഇവിടെ പിന്നെ കുട്ടികൾക്ക് ഇത് മാത്രം മതി, അതിൻ്റെ മേലെ വേറൊന്നും ചേർക്കണ്ടെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ പ്ലെയിനായിട്ട് ആക്കുക ചെയ്തതിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ, ഇന്ന് കാണിച്ച റെസിപ്പീസ് എല്ലാം ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.